പണത്തിനും പ്രശസ്തിക്കും വേണ്ടി എന്റെ ശിഷ്യൻ മുതുകാട് ഏതറ്റവും വരെയും പോകും. അവന്റെ അമ്മ അവിടെ മരിച്ചു കിടക്കുകയാണെങ്കിൽ പോലും പ്രശസ്തി കിട്ടുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അവൻ ക്യാമറയ്ക്ക് മുമ്പിൽ എങ്ങനെ ഇരുന്ന് അറിയും. അത്ര പ്രശസ്തി മാനിയ, പണത്തോടുള്ള മാനിയ. മാജിക്കിന്റെ രഹസ്യങ്ങൾ താഴേക്കടയിലുള്ളതായ ജാലവിദ്യക്കാർ അവതരിപ്പിക്കുന്ന മാജിക് രഹസ്യങ്ങളൊക്കെ അവൻ തന്നെ TV ചാനലുകളിൽ വന്ന് അവന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി ചാനലിൽ നിന്ന് പൈസ വാങ്ങിക്കൊണ്ട് പരസ്യമാക്കി അവരുടെ വയറ്റത്തടിച്ചു, അന്നം മുട്ടിച്ചു. നിങ്ങൾ ഉണ്ടായത് ഗുരുവായ എനിക്കും അവന്റെ ട്രൂപ്പിൽ ജോലി ചെയ്തിട്ടുള്ള ട്രൂപ്പ് അംഗങ്ങൾക്കും മാത്രമാണ്. അവിടെയാണ് അവൻ യഥാർത്ഥ മുതുകാടാവുന്നത്. എല്ലാം ഞങ്ങൾ കണ്ടു എന്നർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള ഒരുത്തൻ ഈ പറയുന്ന ഓട്ടിസം കുട്ടികളെയും ദുർബലരായിട്ടുള്ളവരെയും ഒക്കെ ചൂഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ ഒതുങ്ങിയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സംവിധായകൻ A.T. അബു, ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ TV ഗംഗാധരൻ, സംവിധായകൻ ജയരാജൻ, ഇവരെയൊക്കെ പോയി കണ്ടിട്ടുണ്ട്. അഭിനയിക്കാൻ ചാൻസ് തരുമോ ചോദിച്ചിട്ട്. അത് ശരി. ഇത് പുറം ലോകം അറിഞ്ഞിട്ടില്ലത്. ഇല്ല, അതെ. ആദ്യമായിട്ട് ചിലപ്പോൾ പുറത്തു വിടുന്ന നിങ്ങളായിരിക്കും. നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശ്രീ ഗോപിനാഥ് മുതുകാടുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങളാണ് ഉയർന്നു വരുന്നത്. അതൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വളരെ വിശദമായ ചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും നിരവധി പേർ രംഗത്ത് എത്തുന്നുണ്ട്. അദ്ദേഹം പുറത്തിറക്കുന്ന വീഡിയോയ്ക്ക് താഴെ പോലും ഈ രീതിയിലുള്ള പരാമർശങ്ങളും ഒക്കെ നടത്തുന്ന ആൾക്കാരുടെയും എണ്ണം കുറവൊന്നുമല്ല. ഇതെല്ലാം തനിക്കെതിരായ ആരോപണങ്ങൾ ശക്തമായി ഇങ്ങനെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം തന്നെ എന്തുകൊണ്ട് ഇതൊക്കെ ഉയരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിനോട് പലർക്കും തോന്നുന്ന ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് വ്യക്തിപരമായുള്ള അമർഷമാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്നൊക്കെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിനെല്ലാം അദ്ദേഹം കൃത്യമായി ടാക്സ് അടയ്ക്കുന്നുണ്ട് എന്നും ഒരു വിഭാഗം കുട്ടികളെ, പ്രത്യേകിച്ച് ഈ രീതിയിൽ ഒരു ഭിന്നശേഷിക്കാരായ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യത്തെക്കുറിച്ചുമൊക്കെ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തെ തകർക്കുന്നവർ ഓർക്കുക, അവർക്ക് തകർക്കുന്ന ഒരു പറ്റം കുട്ടികളുടെ ജീവിതമാണ് എന്നുള്ള നിലയിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ വളരെ വ്യക്തമായി പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ പ്രതികൂലിക്കുന്നവരും അനുകൂലിക്കുന്നവരും, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തെ പ്രതികൂലിക്കുന്നവരും അനുകൂലിക്കുന്നവരും ഉണ്ട്. അദ്ദേഹം നടത്തുന്ന പരാമർശങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ പലതരത്തിലുള്ള ഈ പരാമർശങ്ങൾ അതിൻ്റെ അടിയിൽ കമൻറ്റുകളായി വരുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം മറ്റൊന്നുമല്ല, മറ്റൊരു വിഷയത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറയുന്നു, കുറേ പേർ വിശ്വസിക്കുന്നു, കുറേ പേർ തള്ളിക്കളയുന്നു. അദ്ദേഹത്തിന് മികച്ച നടൻ എന്നൊക്കെ പോലുള്ള പരാമർശങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. ചില മാധ്യമങ്ങൾ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് നിൽക്കുന്നു. ചില മാധ്യമങ്ങൾ അദ്ദേഹത്തെ എതിർത്തും ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ യോഗനാഥ് ന്യൂസ് സംസാരിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുവായ R.K. മലയത്ത് എന്ന് പറയുന്ന ഒരു മജീഷ്യനോടാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം തന്നെയാണ് ആധുനിക മാജിക് എന്ന ഒരു സങ്കേതത്തെ ഇവിടെ കേരളത്തിൽ അവതരിപ്പിച്ചത് അദ്ദേഹം തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ അദ്ദേഹം മൈൻഡ് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്ഥാപനമൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ട്. കൗൺസിലിങ്ങും അതുപോലുള്ള പരിപാടികളൊക്കെയുമായി അദ്ദേഹം ഏകദേശം 8 വർഷക്കാലത്തോളം മജീഷ്യൻ മുതുകാടിനെ മാജിക്ക് അഭ്യസിപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ്. അതത്രയും ഈ 8 വർഷക്കാലത്തോളം ഈ മാജിക്ക് അഭ്യസിപ്പിച്ചത് തീർത്തും പൈസയൊന്നും വാങ്ങാതെ, ഫീസ് ഇല്ലാതെയൊക്കെയാണ് അദ്ദേഹം മുതുകാടിനെ മാജിക്ക് പഠിപ്പിച്ചത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതേ തുടർന്ന് അദ്ദേഹം നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. കാര്യം നമ്മൾ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാനുള്ള പ്രധാന കാരണം എപ്പോഴും ഒരു ഗുരുനാഥന് മാത്രമേ ശിഷ്യൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി അറിയാൻ പറ്റും. ശിഷ്യൻ്റെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ്, സ്വഭാവത്തിലുള്ള വൈകല്യങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹം എത്രത്തോളം ഈ ഒരു മാജിക് എന്ന് പറയുന്ന കല അല്ലെങ്കിൽ ഒരു പഠിക്കുന്ന എന്തും ആയിക്കോട്ടെ, മാജിക് ആയിക്കോട്ടെ, മറ്റെന്തും ആയിക്കോട്ടെ, ഒരു ശിഷ്യൻ എത്രത്തോളം അതിനെ ഗ്രാസ്പ് ചെയ്യുന്നുണ്ട്, ഗ്രാസ്പിംഗ് പവർ എത്രത്തോളമാണ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന ഒരു ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഗുരുവിന് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ മലയത്ത് എന്ന് പറയുന്ന R.K. മലയത്ത് എന്ന മജീഷ്യനെ നമ്മൾ വിളിക്കുന്നതും അദ്ദേഹവുമായി സംസാരിക്കുന്നതും. അപ്പോൾ തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം, R.K. മലയത്തും ആയി നടത്തിയ ആ ഫോൺ സംഭാഷണം ഇവിടെ കൊടുക്കാം, ഒന്ന് കേൾക്കുക. സാർ, ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മുടെ പ്രൊഫസർ ഗോപിനാഥ് മുതുകാടുമായിട്ട് ഉയർന്നു വരുന്ന വിഷയങ്ങൾ സാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ഏറെക്കുറെ 8 വർഷത്തോളം സാറിന്റെ ശിഷ്യനായി പ്രവർത്തിക്കുകയും എനിക്ക് തോന്നുന്നു സാറാണ് മോഡേൺ മാജിക്കിന്റെ ഒരു ഉപജ്ഞാതാവ് എന്നുള്ള നിലയിൽ എല്ലാ ഷിബു പ്രഭു അടക്കമുള്ള
വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നിരവധി മജീഷ്യന്മാരുള്ള ഒരു സാഹചര്യത്തിൽ താങ്കളെ തന്നെയാണ് ഇതിന്റെ ഒരു മോഡേൺ മാജിക്കിന്റെ ഒരു ഉപജ്ഞാതാവ് എന്നുള്ള നിലയിൽ കാണുകയും ചെയ്യുന്നത്. അപ്പോൾ സ്വന്തം ശിഷ്യനെ കുറിച്ച് ഇത്തരത്തിലുള്ള ആരോപണം ഉയർന്നു വരുമ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടാളും സാറും ഗോപിനാഥ് മുതുകാടും ഏകദേശം ഒരേ നാട്ടുകാർ തന്നെയാണ് എന്നാണ് എന്റെ വിശ്വാസം. അതെ. അപ്പം ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വരുമ്പോൾ ഇതിനകത്തൊരു പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? ഇതിനകത്തൊരു കഴമ്പുണ്ടെന്നാണോ, അതുമല്ലെങ്കിൽ ഇതെല്ലാം വാസ്തവവിരുദ്ധമാണ് എന്നാണോ? കാര്യം ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു ഗുരുനാഥനായിരിക്കും ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം. എങ്ങനെയാണ് സാർ ഈ ഒരു സംഭവത്തെ നോക്കിക്കാണുന്നത്? സാറിന്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഞാനത് എന്താ ഇപ്പൊ പറയേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല. എന്ന് വെച്ചാൽ എന്റെ കൂടെ 8 വർഷം അവൻ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു സത്യമാണ്. മാജിക്കിലെ A to Z 8 വർഷം കൊണ്ട് പഠിപ്പിച്ചു കൊടുത്തു. സാധാരണഗതിയിൽ ഒരു 18 വർഷം കൊണ്ട് പഠിക്കേണ്ടുന്ന കാര്യങ്ങളാണ് അവൻ 8 വർഷം കൊണ്ട് എൻ്റെ അടുത്ത് പഠിച്ചെടുത്ത്. ഞാൻ പഠിപ്പിക്കുന്നതിനേക്കാൾ ഉപരി എൻ്റെ അടുത്ത് പഠിച്ചെടുത്തു. അതിനുള്ളതായ തന്ത്രവും സൂത്രവും അവൻ കാണിച്ചു. അവനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ഇപ്പോ ഈ സമൂഹം ചർച്ച ചെയ്യുന്ന മറ്റുള്ളവരെ, അതായത് ഈ ചാരിറ്റി മൈൻഡ് ഉള്ളവരെ സ്വാധീനിക്കാൻ അവന് കഴിയുന്ന പോലെ, വശീകരിക്കാൻ കഴിയുന്ന പോലെ എന്നെയും സ്വാധീനിക്കാനോ അല്ലെങ്കിൽ വശീകരിക്കാനോ സാധിച്ചു അവന്റെ പെരുമാറ്റത്തിലൂടെ. മിടുക്കനായ കുട്ടിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് മിടുക്ക് മാത്രമല്ല, കഴിവും ഉണ്ടായിരുന്നു. ആ കഴിവ് ഒരു ഭാഗമാണല്ലോ. ആ കഴിവ് കണ്ടപ്പോൾ, അവന്റെ മിടുക്കും കണ്ടപ്പോൾ അവന് ഞാൻ ഈ പറഞ്ഞ പോലെ 18 കൊല്ലം കൊണ്ട് കൊടുക്കേണ്ടത് 8 കൊല്ലം കൊണ്ട് തന്നെ കൊടുത്തു. അങ്ങനെ അവൻ അതൊക്കെ കഴിഞ്ഞു. പിന്നെ കിട്ടില്ല അനുഭവങ്ങൾ, ഇല്ലെങ്കിൽ ഏതാണ്ട് 8 കൊല്ലമൊക്കെ അവസാനിക്കുന്ന ആ കാലഘട്ടത്തിലേക്കുള്ള അനുഭവങ്ങൾ വന്നപ്പോ അവൻ എന്തൊക്കെ ആയി എന്നൊരു തോന്നലുണ്ടായപ്പോ കുറച്ചായിട്ട് പിന്നെ അത് എന്നോടും പ്രയോഗിക്കാൻ തുടങ്ങി. അത് ശരി. അത് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പിന്നീട് ഒരു ഘട്ടത്തിൽ അവൻ എൻ്റെ അടുത്ത് ചില സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്നു. ഈ പറഞ്ഞ പോലെ, അതായത് 7ാം ക്ലാസ് തൊട്ട് അവന്റെ ഡിഗ്രി കഴിയുന്നത് വരെ എന്റെ കൂടെ പലപ്പോഴും പഠിക്കുകയും വരികയും പോവുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അവന് വേണ്ടി ഞാനാണ് പൈസ മുടക്കിയത്. അപ്പൊ ഒരു ഘട്ടത്തില് എന്റെ അടുത്ത് വന്നിട്ട് ഒരു മാജിക്കിന്റെ സംശയം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അവനെ തിരിച്ചറിഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞു, ഗോപി, ഇനി മാജിക്കിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ എന്നിൽ നിന്ന് ദൂരീകരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുവരെ പഠിച്ചതിന്റെ ഫീസ് തരണം എന്ന് പറഞ്ഞു. കാരണം ഞാൻ അവന്റെ അടുത്ത് ഫീസ് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. വെറും 1.25 രൂപ ദക്ഷിണ വെച്ചിട്ടാണ് എന്റെ അടുത്ത് മാജിക് പഠനം തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് എന്റെ അടുത്ത് അങ്ങോട്ടാ കാശ് ചെലവായിട്ടുള്ള മുഴുവൻ. അപ്പോൾ ഈ ഒരു ചോദ്യം വളരെ തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. ഷോക്കിംഗ് ആയിരുന്നു. അത് വേണമെങ്കിൽ പറയാം, ഷാജിദ് കരിയുടെ ഒരു ഇന്റർവ്യൂല് അവൻ അങ്ങനെ പതറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു പതറിച്ചയാണ് അന്ന് ആ സമയത്ത് ഉണ്ടായത്. അപ്പൊ എന്നോട് ചോദിച്ചു, എത്രയാ ഫീസ്? ഞാൻ ഉടനെ പറഞ്ഞു, 1500 രൂപയാണ് ഇത്രയും കാലം പഠിച്ചതിന്റെ ഫീസായിട്ട് എനിക്ക് തരേണ്ടത്. അന്ന് അവൻ മാജിക്കിന് 3000 രൂപ പ്രതിഫലം ഒരു ഷോക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതെ, ചെറുപ്പത്തിൽ തന്നെ മാജിക് പഠിച്ചു, അവതരിപ്പിക്കാൻ തുടങ്ങി, എല്ലാ കാര്യങ്ങളും പഠിച്ചു. അന്നത്തെ അവന്റെ ഫീസ് 3000 ആണ്. അപ്പോഴാണ് ഞാൻ ഈ 1500 രൂപ ചോദിക്കുന്നത്. അപ്പൊ എന്റെ മുഖത്തേക്കൊന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട്. അത് ആണ് എന്നെ ഏറ്റവും അധികം ജീവിതത്തിൽ വേദനിപ്പിച്ചത്. എന്ന് വെച്ചാൽ, ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പഠിക്കാൻ വരില്ലായിരുന്നു. അത് ശരി. അപ്പോൾ ഞാൻ കൊടുത്ത അതായത് 3000 രൂപ വാങ്ങിക്കൊണ്ടിരിക്കും ഓരോ പ്രൊഡക്റ്റിന് വാങ്ങുമ്പോ ഈ 1500 അറിഞ്ഞിരുന്നെങ്കിൽ, അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ഇല്ലായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും ഒരു മാജിക്കാരനാവില്ലായിരുന്നു. കാരണം ആരും ഫീസ് ഇല്ലാതെ വെറുതെ മാജിക് പഠിപ്പിച്ചു കൊടുക്കില്ല. അതെ. അപ്പൊ അവന് ഒരിക്കലും മാജിക് ഇനി ആവാൻ സാധിച്ചാൽ തന്നെ അത് മറ്റുള്ളവരുടെ മാജിക് കണ്ട് പഠിക്കുകയും പുസ്തകങ്ങളൊക്കെ റെഫർ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. അത് മാത്രമല്ല, ഇന്നത്തെ നിലവാരത്തിലേക്ക് അവൻ എത്താനും കഴിയും. എന്റെ ആ ആദർശങ്ങളും എന്റെ കാഴ്ചപ്പാടുകളും സാമൂഹ്യ വീക്ഷണവും ഒക്കെ അതേപടി കോപ്പി ചെയ്തിട്ടുണ്ട്. എന്തിനു പറയുന്നു, ജീവിതചര്യകൾ പോലും. ചായ കാപ്പി കുടിക്കാത്ത ഞാൻ അതുപോലെ തന്നെയാണ് അവനും, മദ്യപിക്കാത്ത ഞാൻ അതുപോലെ തന്നെയാണ് അവനും. അപ്പൊ അങ്ങനെ മനസ്സിലാക്കി, അതുകൊണ്ട് തന്നെ ആ മുൻകാല പശ്ചാത്തലത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് അവൻ ഇതല്ല ഇതിലപ്പുറവും ചെയ്യും എന്നുള്ളതാണ്. അത് ശരി. ചുരുക്കത്തിൽ നമ്മളൊക്കെ പറയും മനുഷ്യർക്ക് മുഖംമൂടിയുള്ള മനുഷ്യനാണ്. അത് ഒരു മാസ്കേ നമ്മൾ മനസ്സിൽ കാണുള്ളൂ.
അതെ അതെ. എന്റെ ശിഷ്യൻ മുതുകാടിനെ സംബന്ധിച്ച് ഞാൻ കാണുന്നത് 5 മാസ്കാണ്. അത് ശരി. 1, 2, 3 ഒന്നും അല്ല. ഏതൊക്കെയെന്ന് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. വീട്ടിൽ അവൻ ഒരു മുഖമാണ്, അവന്റെ സ്വന്തം വീട്ടില് ഭാര്യയോടൊക്കെ കുട്ടികളോടും. രണ്ടാമത്തെ മുഖം വരുന്നത് പബ്ലിക്കിന്റെ മുമ്പിലും ക്യാമറയുടെ മുമ്പിലും മറ്റൊരു മുഖമാണ്. പിന്നെ ഈ ചാരിറ്റി സംഭാവന കൊടുക്കുന്നവരുണ്ട്. മറ്റുള്ളവരുടെ പോക്കറ്റിൽ കിടക്കുന്ന പൈസ നമ്മളെ പോക്കറ്റിലേക്ക് വീഴ്ത്തണമെങ്കിൽ പ്രത്യേക മിടുക്ക് വേണം. അതെ. ആ സന്ദർഭത്തിൽ മറ്റൊരു മുഖമാണ്. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പരാതി ഉന്നയിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടല്ലോ, ഷിഹാബ് അടക്കം മറ്റുള്ളവരൊക്കെ അടക്കം, അവരുടെ മുന്നിലും അതുപോലെ അവിടെയുള്ള ഇൻമേറ്റ്സ് എന്ന് വിളിക്കുന്നവരുടെ മുമ്പിലും മറ്റൊരു മുഖം. 4 മുഖമായില്ലേ? അതെ അതെ. യഥാർത്ഥ മുഖം കണ്ടിട്ടുള്ളത് ഞങ്ങൾ കുറച്ചുപേര് മാത്രമാണ്. അവന്റെ അമ്മയോ അവന്റെ വീട്ടുകാരോ ഭാര്യയോ ഒന്നും കണ്ടിട്ടില്ല, മറ്റവരൊന്നും കാണാത്തൊരു മുഖം. അത് കാണാൻ ഉള്ളതായ സന്ദർഭങ്ങൾ ഉണ്ടായത് ഗുരുവായി എനിക്കും അവന്റെ ട്രൂപ്പിൽ ജോലി ചെയ്തിട്ടുള്ള ട്രൂപ്പ് അംഗങ്ങൾക്കും മാത്രമാണ്. അവിടെയാണ് അവൻ യഥാർത്ഥ മുതുകാടാവുന്നത്. എല്ലാം ഞങ്ങൾ കണ്ടു എന്നർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള ഒരുത്തൻ ഈ പറയുന്ന ഓട്ടിസം കുട്ടികളെയും ദുർബലരായിട്ടുള്ളവരെയും ഒക്കെ ചൂഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ ഒതുങ്ങിയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതെ. ഇത്രമാത്രം അഭിനയിക്കാൻ കഴിയുന്ന അഭിനേതാക്കൾ മോഹൻലാലിനും മമ്മൂട്ടിക്കോ പോലും കഴിയില്ല. അങ്ങനെ ആ കഴിവ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവൻ പിന്നെ സംവിധായകൻ AT അബു, ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ TV ഗംഗാധരൻ, സംവിധായകൻ ജയരാജൻ, ഇവരെയൊക്കെ പോയി കണ്ടിട്ടുണ്ട് അഭിനയിക്കാൻ ചാൻസ് തരുമോ ചോദിച്ചിട്ട്. അത് ശരി. ഇത് പുറം ലോകം അറിഞ്ഞിട്ടില്ല. അത് ഇല്ല. അതെ. ആദ്യമായിട്ട് ചിലപ്പോൾ പുറത്തു വിടുന്ന നിങ്ങളായിരിക്കും. അതെ 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 അതെ. പക്ഷേ അവരൊക്കെ ഇവന് പ്രകടനാത്മകമായിട്ടുള്ളതായ അഭിനയമേ കഴിയുള്ളൂ, നാച്ചുറലായിട്ട് അഭിനയിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ ഓരോരുത്തരും ഇവന്റെ വീഡിയോ കാണുമ്പോൾ പറയുന്നത് ആ ചിരിയിലൊരു കള്ളത്തരമുണ്ട്, ആ മുഖഭാവത്തിൽ എന്തോ ഒളിച്ചു വെച്ചതായിട്ട് ഉള്ളിൽ ഒളിച്ചു വെച്ചാട്ടോ എന്ന് പറയാനുള്ള കാരണം അതാണല്ലോ. നേരെ മറിച്ച് മോഹൻലാലും മമ്മൂട്ടി അഭിനയിക്കുമ്പോൾ നമ്മളാരും പറയുന്നില്ല അത് ഇന്നസെന്റ് ആണ്, ഉള്ളിന്റെ ഉള്ളിൽ നിന്നും വരുന്നതാണ്. അങ്ങനെ അവിടെ അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടിയില്ല. അപ്പോൾ ചുരുക്കത്തിൽ അഭിനയ രംഗത്ത് പോയി കഴിഞ്ഞാൽ പണം കിട്ടും, പ്രശസ്തി കിട്ടും. സ്വയം കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞാനൊരു സുമുഖനാണ് എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോ എന്താ ലക്ഷ്യം? പണം, പ്രശസ്തി. പണത്തിനും പ്രശസ്തിക്കും വേണ്ടി എന്റെ ശിഷ്യൻ മുതുകാട് ഏതറ്റവും വരെയും പോകും എന്നുള്ളതാണ് അതിന്റെ ചുരുക്കം. അവരുടെ സ്വന്തം കൈകൊണ്ട് ചോദിച്ചോളൂ. സാറിന് നല്ലൊരു ഗുരുദക്ഷിണ എനിക്ക് തോന്നുന്നു 2000 കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ക്രൈം മാഗസിനിൽ ഒരു വാർത്ത വന്നിരുന്നു, അതിനെ തുടർന്ന് സാറിന് ഒരുപാട് ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് ഞാനിങ്ങനെ കേട്ടിരുന്നു. അത് എന്തിനാ അതിനൊക്കെ ഈ കഴിഞ്ഞു പോയ അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താ ചോദിച്ചാൽ അതൊക്കെ നെഗറ്റീവാണ് ഇവനെ കുറിച്ച് ചോദിക്കുമ്പോൾ പോലും. പക്ഷെ ഇപ്പൊ ഈ ചോദിക്കുമ്പോൾ പോലും ഞാൻ മറുപടി പറയുന്നത് ഇത് സമൂഹം അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ്. എന്റെ ശിഷ്യൻ ഉന്നതിയിലേക്ക് ഉയരുന്നു കണ്ടപ്പോൾ ഞാൻ വളരെയധികം അഭിമാനിച്ചു. തിരുവനന്തപുരത്ത് പോകുന്നു, മാജിക് അക്കാദമി തുടങ്ങുന്നു, പിന്നെ മാജിക്കിനെ പോപ്പുലറൈസ് ചെയ്യുന്നു, അതൊക്കെ എനിക്ക്. പക്ഷെ അത് കഴിഞ്ഞ് മാജിക്കിനെ വിൽക്കാൻ തുടങ്ങി. അവിടെയാണ് ഞാനുമായിട്ടുള്ളതായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ മാജിക് പഠിച്ചത് ഫീസ് കൊടുത്തിട്ടല്ല, ഗുരുദക്ഷിണ കൊടുത്തിട്ടാണ്. അതേ രീതി ഞാൻ എന്റെ ശിഷ്യനും കൊടുത്തു. പക്ഷേ ഞാൻ എന്റെ ഗുരുക്കന്മാരെ കാണുന്ന പോലെ ആയിരുന്നില്ല എന്റെ ശിഷ്യൻ എന്നെ കണ്ടത്. എന്നെ മാത്രമല്ല, മാജിക് രംഗത്തുള്ള എല്ലാവരെയും കണ്ടത് അതുപോലെ തന്നെയായിരുന്നു. ഒരു അവഹേളനം പലപ്പോഴും ഇപ്പം ഒരു വീഡിയോയിൽ അദ്ദേഹം പറയുന്നു, ഒരുപാട് മജീഷ്യൻസ് നമുക്കറിയാം. വാഴക്കുന്നം മുതൽ ഇങ്ങോട്ട് നമ്മൾ നോക്കി കഴിയുമ്പോൾ നിരവധി മജീഷ്യൻസ് ആണ് നമ്മുടെ മലയാളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഭാഗ്യനാഥ് ഉൾപ്പെടെ. അതോടൊപ്പം തന്നെ ഇപ്പം നമ്മുടെ സ്ട്രീറ്റ് മാജിക് ചെയ്യുന്ന ചെർപ്പുളശ്ശേരിക്കാരനായ ഷംസുദ്ദീൻ ചെർപ്പുളശ്ശേരി, നാണു മാസ്റ്റർ. അപ്പം അങ്ങനെ നിരവധിയായ കലാകാരന്മാരുള്ള ഒരു മേഖല കൂടിയാണ്. അപ്പം അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു, ഒരു പ്രസംഗത്തിന്റെ ഒരു പബ്ലിക് ഒരു വേദിയിൽ നിന്നിട്ട് അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹമാണ് മാജിക്കിനെ കുറെയൊക്കെ മാറ്റിയെടുത്തത്. കാര്യം അതിനു മുമ്പ് മാജിക് ചെയ്തുകൊണ്ടിരുന്നവരെല്ലാവരും തന്നെ കള്ളുകുടിയന്മാരും പാമ്പാട്ടികളും അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു എന്ന് പറയുന്ന രീതിയിലേക്ക് അതിനെ കുറച്ച് പോപ്പുലറൈസ് ചെയ്തതും കുറെ കൂടെ നന്നാക്കി കൊണ്ടുപോയതും താനാണ് എന്ന്
മുതുകാട് അവകാശപ്പെടുന്നതായിട്ട് ഞാൻ കണ്ടിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് വളരെ സീനിയർ ആയിട്ടുള്ള സാറിന് എന്താണ് പറയാനുള്ളത്? അതെ, എപ്പോൾ ഇംപ്രവൈസേഷൻ എപ്പോഴും ഉണ്ടാകും. അതെ, ഇപ്പോ വാഴകുന്ന നമ്പൂരി, അലിഖാൻ, അവരിൽ നിന്നാണ് ഞാൻ മാജിക് പഠിക്കുന്നത്. അതെ. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ തന്നെ എന്നോട് പറയുകയുണ്ടായി മോഡേൺ മാജിക്കിന്റെ ഉപജ്ഞാതാവ് കേരളത്തിൽ ഞാനാണെന്ന്. അതെ. എന്ന് വെച്ച് മറ്റുള്ളവർ ചെയ്തിരുന്ന മാജിക് അല്ല എന്നും അതിനൊരു മൂല്യവും ഇല്ല എന്നും അതിലൊരു കലാസ്വാദനവും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. എന്റേതായ ഈ കാലഘട്ടം മാറുന്നു, അതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ അവരുടെ കാലഘട്ടത്തിൽ നിന്നും എന്റെ കാലഘട്ടം വന്നു, എനിക്ക് കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടായി. അതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യയിലും മറ്റു സ്ഥലങ്ങളിൽ നടക്കുന്ന മാജിക്കിനെ കുറിച്ച് പഠിക്കാനും വായിക്കാനും അത് അവതരിപ്പിക്കാനും വരുത്താനും അവതരിപ്പിക്കാനും ഉള്ളതായ ഭാഗ്യം എനിക്ക് ലഭിച്ചു എന്ന് പറയണം. അതെ, തീർച്ചയായിട്ടും എന്റെ ശിഷ്യനാകുമ്പോ കാലഘട്ടം 15 കൊല്ലത്തെ അന്തരമാണ് ഞങ്ങൾ തമ്മിലുള്ള വയസ്സിലുള്ളത്. അപ്പോൾ അവൻ വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ IT യുഗമാണ്. അപ്പോൾ കാസറ്റുകൾ കിട്ടുന്നു, പുറത്തുള്ളതായ മാജിക്കാരുടെ ഷോ കാണാൻ, വീട്ടിലിരുന്നുകൊണ്ട് ഷോ കാണാൻ സാധിക്കുന്നു. അങ്ങനെ വന്നപ്പോൾ അതിലൊരു ഇംപ്രവൈസേഷൻ വീണ്ടും നടക്കുകയാണ്, അഡ്വാൻസ്മെന്റ് ഉണ്ടാവുകയാണ്. അതുകൊണ്ട് അതുവരെ ഉണ്ടായിരുന്നതെല്ലൊക്കെ തകരാറാണ്, ചവിറ്റുകൊട്ടയിലിടണ്ടാണ് നമുക്ക് പറയാൻ പറ്റുമോ? ഇതിൽ നിന്നല്ലേ അത് ഉണ്ടാകുന്നത്. അവനത് പറയാനും അവന് കാണാനുള്ള സന്ദർഭം ഉണ്ടാകുന്നത് ഇവിടം കൊണ്ടാണ്. അതിന്റെ പാരമ്പര്യമുണ്ട്. ആ ഗുരുക്കന്മാരെ നമ്മൾ മറക്കാൻ പാടുണ്ടോ? അപ്പോൾ ഞങ്ങളേതായാലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ TC സർക്കാരോ ഭാഗ്യനാഥോ വാഴകുന്നമോ ഞാനോ അല്ലെങ്കിൽ PM മിത്രയോ അതല്ലെങ്കിൽ സാമ്രാജോ ഈ പറഞ്ഞ ഷിബു പ്രഭുവോ നാണുവോ ആഷോ ഒന്നും കള്ളുകൂടിയന്മാരാണ് ഈ നാട്ടിലുള്ള ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ഇവരൊക്കെ മോശക്കാര്. ഈ തകരാറ് തന്നെ, ഈ സ്വഭാവ വൈകല്യമാണ് അവന്റെ ഏറ്റവും വലിയ പരാജയം. ഇതേ എനിക്കിത് ഈ കാര്യത്തിൽ പറയാനുള്ളൂ. സർ, അതുപോലെ ഒരു മജീഷ്യൻസും ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്തൊരു മേഖലയാണ് ഈ പറയുന്ന പോലെ ഭിന്നശേഷിക്കാരായ കുട്ടികളെ സംരക്ഷിക്കുക, അവരെ കലാപരമായ ഉന്നതിയിലേക്ക് കൊണ്ടുപോകുക എന്നൊക്കെ പറയുന്നത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ പരാതി ഉയരുന്നത്. കുട്ടികൾക്ക് ഭക്ഷണം പോലും കൊടുക്കാതെ അവരെ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു പ്രദർശന വസ്തുവാക്കി തീർക്കുന്നു എന്നൊക്കെയുള്ള പരാതിയാണ് ഓരോ അമ്മമാർക്കും പറയാനുള്ളത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു ബില്ല് പാസ് ആയതാണല്ലോ ഇതിന്റെ ഒരു തുടക്കം എന്ന് എനിക്ക് തോന്നുന്നു. സാറിന് 2016 ഒരു ബില്ല് തുടങ്ങി. അതെ. അപ്പം ഇതിനെ ഒരു ഇങ്ങനെ ഈ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ബില്ല് പാസ്സാക്കിയതാണ്. അപ്പൊ സാറിന് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? സാറിന് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? സാറിന്റെ ഒരു ഉണ്ട്. അതായത് കൂടുതൽ നേട്ടങ്ങൾക്ക് വേണ്ടി കളം മാറ്റി ചവിട്ടാനുള്ളതായ എല്ലാവിധ പിന്നെ കഴിവുകളും പിന്നെ ബുദ്ധിയും ഒക്കെ അവനുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, രണ്ട് കാര്യങ്ങൾ മാത്രം, പണവും പ്രശസ്തിയും. അവന്റെ അമ്മ അവിടെ മരിച്ചു കിടക്കുകയാണെങ്കിൽ പോലും പ്രശസ്തി കിട്ടുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അവൻ ക്യാമറയ്ക്ക് മുമ്പിൽ എങ്ങനെ ഇരുന്നത് അറിയും. അത്ര പ്രശസ്തി, മാനിയ, പണത്തോടുള്ള മാനിയ. അപ്പൊ ഇവിടെ മാജിക്കിന് ഡിമാൻഡ് കുറഞ്ഞു വരുന്ന സമയമാണ് കേരളത്തില്, ഇന്ത്യയിലും ഇന്റർനാഷണൽ ആയിട്ടും എന്ന് നമ്മൾ പറയുന്നു. 16 ഏത് മാജിക്കിനാണെന്ന് അറിയാമോ? മാജിക്കിന്റെ രഹസ്യങ്ങൾ താഴേക്കടയിലുള്ളതായ ജാലവിദ്യക്കാർ അവതരിപ്പിക്കുന്ന മാജിക് രഹസ്യങ്ങളൊക്കെ അവൻ തന്നെ TV ചാനലുകളിൽ വന്ന് അവന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി ചാനലിൽ നിന്ന് പൈസ വാങ്ങിക്കൊണ്ട് പരസ്യമാക്കി അവരുടെ വയറ്റത്തടിച്ചു, അന്നം മുട്ടിച്ചു. അത് തന്നെയാണ് പിന്നീട് സംഭവിച്ചത്. ഇന്റർനാഷണൽ ആയിട്ടും ഒരു മാസ്ക് മജീഷ്യൻ വന്ന് ഗോപിനാഥ് മുതുകാട് പോലുള്ളവർ, ഇല്ലെങ്കിൽ ഞാനടക്കം ഉള്ളവർ കാണിക്കുന്നതായ മാജിക്കിന്റെ രഹസ്യങ്ങൾ പുറത്തിട്ടു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? മാജിക്കിന് ഇപ്പോഴും നിലനിൽപ്പുണ്ട്. മാജിക് ഇപ്പോഴും വളരെ മിടുക്കന്മാർ നല്ല രീതിയിൽ നമ്മുടെ കുട്ടികൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ധാരാളം സ്റ്റേജുകൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. എന്താ ചെയ്തത്? മാജിക്കിന് രൂപമാറ്റം സംഭവിച്ചു. തിയറിക്കൊന്നും മാറിയിട്ടില്ല, മാജിക്കിന്റെ എലമെന്റിന് മാറ്റം വന്നിട്ടില്ല. അവതരണത്തിൽ മാറ്റം വരുത്തി. അതിന് ഭാവന വേണം, അതിന് ബുദ്ധി വേണം, കഴിവ് വേണം. അത് ചെയ്യാൻ പറ്റാതെ എന്റെ പെട്ടിയും എന്റെ സന്നാഹങ്ങളും മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. കോപ്പി ചെയ്യുന്നത് പുതിയതായിട്ട് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വന്നപ്പോൾ മാജിക് നിർത്തേണ്ടി വന്നു. ഇപ്പോഴത്തെ മാജിക്കുകളിൽ ഇപ്പൊ ഞാൻ മാജിക്കിന് റിട്ടയർ ചെയ്തിട്ട് 4-5 കൊല്ലമായി. എന്റെ മകന് കാണിക്കുന്ന ചില മാജിക്, രാജൻ മലയത്ത്, അവന് കാണിക്കുന്ന ചില മാജിക് എനിക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ എന്താ കാരണം? ഈ മാജിക്കിന് നിലനിൽപ്പുണ്ട്. അവരത് ഇന്റർനാഷണൽ അമേരിക്കയിലാണ് അവൻ മാജിക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ കുട്ടികൾ നോക്കൂ, ധാരാളം ഷോകൾ പലപ്പോഴും ചെയ്യുന്നുണ്ട്, എപ്പോഴും വളരെ ഗംഭീരമായിട്ട്. എന്ന് പറയുന്നത് മനു മങ്കൊമ്പ്,
അവരൊക്കെ എത്ര ദിവസവും പ്രോഗ്രാംസ് ആണ് അവർക്ക്. അപ്പൊ അതിന് കഴിയാത്തതുകൊണ്ട് മാജിക് നിർത്തുകയാണ് നല്ലത്. അപ്പൊ എന്താണ് പൈസയും പണവും ഉണ്ടാക്കാൻ നല്ലത്? ഈ ഒരു ബില്ലിനെ കുറിച്ച് മനസ്സിലാക്കുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഗവൺമെന്റ് പ്രത്യേകം ഫണ്ട് നീക്കി വെക്കുന്നു. അപ്പൊ ഉടനെ അതിനെക്കുറിച്ച് മനസ്സിലാക്കി കളം മാറ്റി ചവിട്ടുന്നു. അപ്പോഴാണ് ഒരു കാസർഗോഡ് യാത്രയും അതുപോലെ തന്നെ ഭിന്നശേഷിക്കായ വിൻഡോസ് അൽഫാൻഡിക്റ്റിന്റെ ഒക്കെ ദുരനുഭവം പാവം എന്റെ ശിഷ്യൻ കാണുന്നത്. അതോടുകൂടി അവന് മനമാറ്റം ഉണ്ടാവുകയാണ്. അങ്ങനെ മനമാറ്റം ഉണ്ടായി രംഗത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി അവരെ അങ്ങോട്ട് ഉദ്ധരിക്കാൻ തുടങ്ങി. ആ കുട്ടികൾ പറയുന്ന അവരുടെ രക്ഷകർത്താക്കൾ പറയുന്നത് 101% ശരിയാണ് എന്റെ ശിഷ്യനെ സംബന്ധിച്ച് നോക്കിയാൽ. ഇതേ എനിക്ക് പറയാനുള്ള കാര്യത്തില്. കാരണം ഞാൻ മനസ്സിലാക്കിയതുപോലെ, അവന്റെ ട്രൂപ്പ് മെമ്പേഴ്സ് മനസ്സിലാക്കിയതുപോലെ, അവനെ മനസ്സിലാക്കിയിട്ടുള്ളവർ അവിടെ താമസിക്കുന്ന ഇല്ലെങ്കിൽ അവിടെ പോകുന്ന രക്ഷകർത്താക്കളും ആ കുട്ടികളുമാണ്. അതെ, ഒരിക്കലും അവൻ പറഞ്ഞു പബ്ലിസിറ്റിക്ക് വേണ്ടി കേരളത്തിലുള്ളതായ 3 ഗ്രാമങ്ങൾ ഞാൻ ദത്തെടുക്കുകയാണ് എന്ന്. ആരും അറിയില്ല അതൊന്നും. എന്റെ മനസ്സിലതൊക്കെ ഉണ്ട്. കാരണം ഞാൻ ഇവന്റെ ഓരോ ചുവടും ശ്രദ്ധിക്കുകയായിരുന്നു. പിന്നെ കേരളത്തിലെ 3 സോണാക്കി തിരിച്ചുകൊണ്ട് നോർത്ത് കേരള, മിഡിൽ കേരള, സൗത്ത് കേരള. ആ ദത്തെടുക്കൽ എവിടെയായി? അപ്പൊ അവന്റെ മനസ്സിൽ ചില പദ്ധതികൾ ഉണ്ടായിരുന്നു. ആ ദത്തെടുക്കലിന്റെ പേര് വെച്ചുകൊണ്ട് കുറെ സ്പോൺസേഴ്സിനെയും കുറെ പൈസയും തട്ടിക്കാണ്. അത് എവിടെയോ പാളിപ്പോയി. ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏത് ഇപ്പോ രീതിയിലും പണവും പ്രശസ്തി. ഇപ്പൊ നോക്കും, നമ്മൾ തെരുവ് ജാലവിദ്യക്കാരെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിൽ നിന്നും പിന്നെ കുറെ ഫണ്ട് വാങ്ങിച്ചു. അതുകൂടാതെ ഗവൺമെന്റിൽ നിന്ന് സ്പെഷ്യൽ ഓർഡർ ഇട്ടു. എം കെ മുനീർ മന്ത്രിയായിരിക്കുന്ന സമയത്ത് പറയുകയുണ്ട്, അതേ ഒരു ഓർഡർ കൊടുത്ത് എന്താ ചോദിച്ചാൽ എല്ലാ പഞ്ചായത്തുകൾ, കേരളത്തിലെ ഓരോ പഞ്ചായത്തിനും ഈ പിന്നെ മുതുകാടിന്റെ ഈ ഒരു പദ്ധതിക്ക് വേണ്ടി, പിന്നെ സ്റ്റേറ്റ് മജിസ്ട്രേറ്റ് പുനരധിവസിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലേക്ക് 25,000 രൂപ കൊടുക്കാം വിതൗട്ട് എനി ഓഡിറ്റ് ഒബ്ജക്ഷൻ. ഒരു ജീവോ ഇറക്കി. ആ ജീവോ വെച്ചുകൊണ്ട് എത്ര പഞ്ചായത്തിൽ എത്ര 25,000 വാങ്ങി ആർക്കറിയാം? ഇതിനൊന്നും കണക്കില്ല. അത് വെച്ചുകൊണ്ട് തന്നെ പുനരധിവാസം നടത്തി എത്ര ഫണ്ട് റേസിംഗ് മാജിക് പ്രോഗ്രാം നടത്തി. അത് കൂടാതെ സ്പോൺസേഴ്സിന്റെ വകയായിട്ട് അവിടെ കുറെ ആർട്ടിസ്റ്റ് വില്ലേജുകൾ ഉണ്ടാക്കി. അവിടെയൊക്കെ സ്പോൺസേഴ്സ് ആണ് കൊടുത്തത്. ഓരോരുത്തരുടെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഓരോ കമ്പനിയുടെയും. എന്നിട്ട് സ്ട്രീറ്റ് മജീഷ്യൻസ് വന്നു. എത്ര സ്ട്രീറ്റ് മജീഷ്യൻസ് ഇപ്പോഴെവിടെയുണ്ട്? ആ കോട്ടേജസ് ആണ് ഇപ്പൊ അവിടെ ഉള്ളതായ DACയിലെ കുട്ടികളുടെ അമ്മമാര് താമസിക്കുന്നത്. ആ മജീഷ്യൻസ് ഒക്കെ എവിടെ പോയി? ഒരു ഉദാഹരണം നടത്തിയിട്ടില്ല. അവര് വന്നു, അവരിൽ നിന്നും വേണ്ടത് മുഴുവൻ പിഴിഞ്ഞെടുത്തതിന് ശേഷം അവര് കരുവേപ്പില പോലെ പുറത്തിട്ടു. ഒരാളും നിങ്ങൾ പോയി നോക്കൂ, തെളിവല്ലേ അത്? അതിന്റെ രേഖകളില്ലേ? ഇനി ഇതേപോലെ തന്നെ ഇതിനേക്കാൾ ലുക്രേറ്റീവ് ആയിട്ടുള്ളതായ മറ്റൊരു കച്ചവടം കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ അവിടെ താമസിക്കുന്ന കുട്ടികളും ഈ പറയുന്ന DACയും ഇതൊക്കെ എവിടെ പോവും? അവരെ ചവിട്ടി പുറത്താക്കിയിട്ട് അന്ന് ആ സ്ട്രീറ്റ് മജീഷ്യൻസിനോട് പറഞ്ഞിട്ട് താക്കോൽ ഇതാ നിങ്ങൾക്ക് തരുന്നു, നിങ്ങളുടെ പേരിലാണ് ഈ വീട്, അവരുടെ പേരിലാണെന്നുണ്ടെങ്കിൽ ഇത് മറ്റൊരാൾക്ക് എടുക്കാൻ പറ്റുമോ? അതോടൊപ്പം തന്നെ അവരെ ഒരു 100,000 രേഖകളിൽ എഴുതി ഒപ്പിടിക്കുന്നുണ്ട്. ഇവർക്കാർക്കും തന്നെ ഇതൊന്നും പുറത്തു വന്ന് പറയാനുള്ളതായ ധൈര്യമില്ല. എന്നാൽ ഇവരൊക്കെ ധൈര്യമില്ലാത്തവരാണോ? അല്ല, ഇവരൊക്കെ ധൈര്യമുള്ളവരാണ്. പക്ഷേ ആ ധൈര്യം ഇവിടെ പ്രകടിപ്പിക്കാൻ വയ്യ. ആ പത്രസമ്മേളനം നടത്തിയ ഷിഹാബ് പറഞ്ഞില്ലേ, ഇത്രയും കാലം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് എല്ലാവരും ചോദിക്കുന്നു. പേടിയായിരുന്നു. എന്തിനാ പേടിക്കുന്നത്? ഒരു മെജിഷ്യനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? മെജിഷ്യൻ ഇങ്ങനെയാണോ വേണ്ടത്? മനുഷ്യത്വം ഉണ്ടാവണം. ഇത് മനുഷ്യത്വമല്ല ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈസ് എ ഡബിൾ ഇൻകാർണേഷൻ എന്നുള്ളത്. ഡബിൾ എന്ന് പറഞ്ഞത് അറിയില്ല ആരാണ്? ശൈത്താൻ. ശൈത്താൻ പിന്നെ മനുഷ്യത്വം ഉണ്ടാവുമോ? മനുഷ്യത്വം ഇല്ലാത്തതല്ലേ ശൈത്താൻ? അതെ. അപ്പോ ഞാൻ കൂടുതൽ പറയുന്നില്ല, വെറുതെ എന്തിനാണ് നമ്മൾ ഇതെന്നെ പറയുന്നത്? മീഡിയയിലുള്ളതായ സ്വാധീനം എല്ലാവരെയും സ്വാധീനിച്ചു. മീഡിയനെ സ്വാധീനിച്ചുകൊണ്ടല്ലേ ഇതുവരെയായിട്ടും ഏതെങ്കിലും ഒരു മീഡിയ, ചുരുക്കം മംഗളം മാധ്യമം എന്നല്ലാതെ 1-2 ചാനലല്ലാതെ ആരെങ്കിലും, മുഖ്യധാരാ മാധ്യമങ്ങൾ ആരെങ്കിലും ഇത് ഇട്ടിട്ടുണ്ടോ? എന്താ കാരണം? ഇവന് പേടിയല്ല, ഇവനെ അവർ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇവൻ അവർ ആവശ്യമാണ്. എവിടെയോ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ടല്ലേ അവരിടാത്തത്. വേറെ ഒരു കാര്യം നിങ്ങൾ കേട്ടു നോക്കൂ. ഞാൻ ഒറ്റ സംഗതി കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം. പിന്നെ പത്മശ്രീക്ക് വേണ്ടി ഓടി നടക്കണം, അവാർഡുകൾക്ക് വേണ്ടി. അതൊരു പ്രശസ്തിയാണല്ലോ, ഓടി നടക്കുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു 5-10 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മശ്രീ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പത്രം മുതുകാടിന്റെ ഫോട്ടോ 1-ാം പേജിൽ പ്രസിദ്ധീകരിച്ചില്ലേ?
ഏത് ഒരു ഗോപിനാഥന് കിട്ടി, പത്മശ്രീ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ തീരുമാനിച്ചു അത് വേറെ ഗോപിനാഥൻ അല്ല, നമ്മളെ മുതുകാടിന് തന്നെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുത്തു ഫോട്ടോ. അതുപോലുള്ള പത്രങ്ങളാണ് ഉള്ളത്. അപ്പൊ ഏതാണ് ഗോപിനാഥൻ പറഞ്ഞാൽ എന്താ തിരുവനന്തപുരം ജില്ലയിലുള്ളതായ നെയ്യാറ്റിൻകരയോ മറ്റോ ഉള്ള ഒരു നെയ്ത്ത് തൊഴിലാളിയായിരുന്നു. അവര് കിട്ടിയപ്പോ ഇവരങ്ങ് തീരുമാനിച്ചു. അത്രമാത്രം സ്വാധീനം എല്ലാവരിലും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ അവസാനിച്ചേ പറ്റൂ. സത്യം എന്നും നിലനിൽക്കും. സത്യത്തിൽ എന്നും 16 എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അല്ല സാർ, പലപ്പോഴും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു ഇന്റർവ്യൂ തന്നെ മുതുകാട് പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പലപ്പോഴും പണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ചെലവിന് വേണ്ടി പോലും മക്കൾക്കോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ തന്റെ കുടുംബത്തിലുള്ളവർക്കോ എന്തെങ്കിലും രോഗം വന്നാൽ പോലും പണത്തിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. കാര്യം പണം പലപ്പോഴും ഇതിനു വേണ്ടിയിട്ട് മാത്രമാണ് പുള്ളി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ട്രസ്റ്റിലേക്ക് മാത്രമാണ് പണം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം തീരെ പണമില്ലാത്ത ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വരവ്, അല്ലെങ്കിൽ നോ അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുന്നത് ഭൂവുടമകളായിരുന്നു. അവര് എസ്റ്റേറ്റ് ഉള്ളവരായിരുന്നു, കൃഷി. അതൊക്കെ അവൻ സിമ്പതി കിട്ടാൻ വേണ്ടി, അത് ഷിഹാബ് പറയുന്നില്ലേ, വീൽ ചെയറിൽ നിങ്ങൾ വരരുത്, നടന്നു വരണം, കാലില്ലാത്തവൻ എഴഞ്ഞിട്ട് സ്റ്റേജിലേക്ക് വരണം, സിമ്പതി പിടിച്ചു പറ്റണം. അങ്ങനെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് അവന്റെ ആ നാടകങ്ങളൊക്കെ. അവര് വലിയ ഭൂസ്വത്തുള്ളവരാണ്. അതെല്ലേ, അത്രയേ ഉള്ളൂ. എന്താ പറയേണ്ടത്? എനിക്ക് സംശയം, ബലമായ സംശയം, ഈ മാനിയ കൂടിക്കഴിഞ്ഞാൽ, മാനിയ എന്ന് പറഞ്ഞ ഒരുതരം ഭ്രാന്താണല്ലോ, ഇവൻ സൈക്കിക് ആണോ എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നുന്നു. പറയാൻ പറ്റില്ല. ഇത് ഏതും അമിതമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞതുപോലെ ഏതും അമിതമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, തലച്ചോറിൽ അതങ്ങോട്ട് കണ്ടീഷൻ ചെയ്യപ്പെട്ട് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി ഏതറ്റവും വരെ പോകും. അങ്ങനെയൊക്കെയാണ്. അപ്പോ ഈ കേട്ടിട്ടുള്ളതൊക്കെ 101% ശരിയാണ് എന്ന് തന്നെ ഉറപ്പിച്ച് എനിക്ക് പറയാൻ കഴിയും. കാരണം മുൻകാലാനുഭവം അതായിരുന്നു. ഈ വന്ന വഴി മറക്കരുത് എന്ന് അദ്ദേഹം ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ പലപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹം അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. ഈ മോട്ടിവേഷൻ സ്പീക്കർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനുള്ള ഒരു പ്രാധാന്യം കേരളത്തിൽ വളരെ വലുതാണ്. ഒരുപാട് പേര് രാവിലെ അത് കേൾക്കാറുണ്ട്. അതെ അതെ, അവരുടെ പിന്നെ കാണപ്പെട്ട ദൈവമല്ലേ. അതെ, അവരെ അതുകൊണ്ടല്ലേ ഞങ്ങളുടെ ദൈവമാണ് മുതുകാട് എന്നല്ലേ പറയുന്നത്. അതെന്താ കാരണം അറിയോ? ഒരു 2000-ന് ശേഷമുള്ള ഈ കാലഘട്ടങ്ങളിൽ പുതിയ തലമുറയ്ക്ക് മുതുകാടിന്റെ നല്ല വശങ്ങളെ കുറിച്ച് മാത്രമേ അറിയുള്ളൂ. മുതുകാട് എന്നുള്ള മോട്ടിവേറ്റർ, മുതുകാട് എന്നുള്ള പെർഫോമറെ കുറിച്ചിട്ട് അറിയുള്ളൂ. മുതുകാട് സ്വന്തമായിട്ട് ഇന്നേ വരെ ആരൊക്കെങ്കിലും ഒരു 10 രൂപ കൈകൊണ്ട് കൊടുത്തിട്ടുണ്ടോ? സ്വയം ഒന്ന് വിശകലനം ചെയ്ത് നോക്കൂ. ഈ നാട്ടുകാരോട് ചോദിക്കൂ, ഏതെങ്കിലും ഒരാള് മുതുകാടിൽ നിന്ന് ഒരു 10 രൂപ പിന്നെ സഹായമായിട്ട് ലഭിച്ചിട്ടുണ്ടെന്ന് വരാൻ വേണ്ടി പറയും. അവർക്ക് ഞാൻ എന്റെ വക ഒരു പിന്നെ ഇനാം എന്ന് പറയുന്നത്. എനിക്ക് എന്നെ നമ്പർ മാറിയിട്ട് പലപ്പോഴും എന്നെ പലരും വിളിക്കാറുണ്ട്, മുതുകാടാണ് ബെസ്റ്റ്. അവർ പിന്നീട് എന്നെ വിളിച്ച് പറയുന്നു, സാർ ഞങ്ങളോട് ശരിക്കും മനുഷ്യത്വപരമായി സംസാരിക്കെങ്കിലും ചെയ്തു. ഇങ്ങനെ ഒരു സാറിനെ ഞങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല. അങ്ങനെ കുറെ പറയാനുണ്ട്. നമുക്ക് ഇപ്പോഴിത് മതി. ഞാനും കുറച്ച് ഇതിലാണ്. ഇതാണ് ആർ കെ മലയത്ത് എന്ന അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ നമ്മളോട് നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ചുരുക്കം. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് തീർത്തും സമയമില്ലാത്തൊരു ഘട്ടമായതുകൊണ്ട് മാത്രമാണ് ഇത്രയും പറഞ്ഞത്. നിരവധി കാര്യങ്ങൾ അദ്ദേഹം മറച്ചു വയ്ക്കുന്ന മനഃപൂർവ്വമല്ല, സമയത്തിന്റെ കുറവ് മൂലമാണ്. ചിലതൊന്നും അദ്ദേഹം ഓർക്കാൻ താല്പര്യമില്ലാത്ത വിഷയങ്ങൾ കൂടി ഈ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി അദ്ദേഹം നമ്മളോട് പറയുന്നില്ല. കാര്യം അദ്ദേഹത്തിന് അത്രയും നെഗറ്റീവ് ആകാൻ താല്പര്യമില്ല എന്നൊക്കെയാണ് മലയത്ത് നമ്മളോട് വ്യക്തമാക്കുന്നത്. എന്തായിരുന്നാലും ഇത് സത്യമാണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ നമ്മൾ എതിർക്കുകയോ അല്ലെങ്കിൽ അതിനെ പാടെ തള്ളിക്കളയുകയോ ചെയ്യുന്നില്ല. പക്ഷേ ഒരു ജീവകാരുണ്യ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം, അതിന് വ്യാപൃതനായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മുഖംമൂടികളില്ലാത്ത ഒരു രൂപമാണ് ആവശ്യം. എപ്പോഴും നമ്മൾ അണിയുന്ന മുഖംമൂടികൾ വലിച്ചെറിഞ്ഞുകൊണ്ട് പച്ച മനുഷ്യനായി നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. അല്ലാതെ മലയത്ത് സാറ് പറഞ്ഞതുപോലെ 5 മുഖങ്ങളുമായി ഒരിക്കലും ആരും ഒരു കർമ്മമണ്ഡലത്തിലേക്ക് ഇറങ്ങരുത് എന്നാണ് ഇവിടെ ഞാൻ പറയുന്നത്.